വെൽക്കം ടു ആൾ. നമ്മൾ എംപയർ ഇലക്ട്രിക്കൽസിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും നിങ്ങളിൽ ഒരുപാട് ആളുകൾ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ എത്തിയിട്ടുണ്ടാവുക. കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇലക്ട്രിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അപ്ഡേഷൻസിനെ കുറിച്ചും വർക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. നമ്മളൊരു ETP പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇലക്ട്രിക്കലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേഷനുകൾ, ടെസ്റ്റുകൾ, ഓട്ടോമേഷൻ, അതല്ലെങ്കിൽ CCTV ഇൻസ്റ്റാളേഷൻ, കൂടാതെ നമ്മൾ ഇലക്ട്രിക്കലിൽ അറിഞ്ഞിരിക്കേണ്ട MEP അനലൈസിങ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഓൺലൈൻ പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതെന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇലക്ട്രിക്കൽ മേഖല ജോലി ചെയ്തിട്ടും പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു ജോലി നോക്കുന്ന സമയത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ഈ ഒരു 3 മാസം ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അവർക്കൊരു ഉപകാരപ്പെടുക. അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മോഡ്യൂൾസ്, ഒരു 33ഓളം ക്ലാസ്സുകൾ അവർ വയർമാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലുള്ള ജോലി അപ്ഡേഷനുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മോഡ്യൂൾസും അവരുടെ വർക്കിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇടുന്ന ചില വീഡിയോകൾക്ക് ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാണെന്നൊക്കെ. അപ്പോൾ നമുക്കൊരു ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്കറിയാം, ഒരു റീലിൽ നമുക്ക് മാക്സിമം ഉൾപ്പെടുത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന എൻ്റെ ഒരു പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തിട്ട് അത് എൻ്റെ ഈ എംപയർ ഇലക്ട്രിക്കൽസിൻ്റെ അക്കൗണ്ടാക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇലക്ട്രിക്കലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അത് കണക്ഷൻസിനെ കുറിച്ചിട്ടായിരിക്കാം, ചെക്കിങ്ങുകളെ കുറിച്ചിട്ടായിരിക്കാം. നമ്മൾ ഒരുപാട് സൈറ്റിൽ ഇലക്ട്രീഷ്യന്മാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് RCCB ട്രിപ്പിങ്. അത് നമുക്ക് പല രീതിയിൽ അതിൻ്റെ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാനോ അത് സോർട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കുറേ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. അതുകൂടാതെ ഇലക്ട്രിക്കൽ മേഖലയിൽ വരുന്ന ഓരോ അപ്ഡേഷൻസുകൾക്കും ടിപ്പുകൾക്കൊക്കെ നമ്മുടെ ചാനൽ ആസ് എൻ ഇലക്ട്രീഷ്യൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വീഡിയോസ് വേണം, അതല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തിയുള്ള സബ്ജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ട് അതിനനുസരിച്ചും ശ്രമിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് നമ്മുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേഷൻ ക്ലാസ്സുകളൊക്കെ കിട്ടും. അതുകൂടാതെ നമുക്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിയുള്ള വീഡിയോസ് യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ കാറ്റഗറിയിൽ പെടുന്ന പ്രീമിയം നമ്മളെ സബ്സ്ക്രൈബ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കുറച്ചുകൂടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ പെടുത്തിയുള്ള കണ്ടൻസ് ഇടാനും വേണ്ടി ശ്രമിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഞാൻ വന്ന് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. കുറച്ച് മെഷറിംഗ് ടൂൾസ് നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ മെഷീനറീസും നമുക്ക് കാണിക്കാം, മെഷറിംഗ് ടൂൾസും നമുക്ക് കാണിക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ കറണ്ട് ലീക്ക് ക്ലാമീറ്ററാണ്. ഓക്കെ, നമുക്ക് കറണ്ട് ലീക്കേജ് സാധാരണ രീതിയിൽ നമുക്ക് ആംപിയർ മീറ്റേഴ്സിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ ഒരു 10 ആംസിന് മുകളിൽ അല്ലെങ്കിൽ 5 ആംസിന് മുകളിലുള്ളതാണ്. ഇതിൽ 600 മില്ലി ആംസ് മുതൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻസ്റ്റാളേഷൻ, അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഉപകരണത്തിൽ വരുന്ന ലീക്കേജ് നമുക്ക് വളരെ അക്യുറൻ്റ് ആയിട്ട് സെൻസ് ചെയ്യാനും അതുവഴി നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ്, അതല്ലെങ്കിൽ അവിടെ എടുക്കുന്ന ലോഡ് കാൽക്കുലേഷൻ നടത്താനും അതുവഴി എനർജി എല്ലാം നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ കഴിയും. അപ്പോൾ ഈ ഒരു മീറ്ററിൽ നമുക്ക് നോൺ കോണ്ടാക്ട് വോൾട്ടേജ് ഡിറ്റക്ഷനും വരുന്നുണ്ട്. അതായത് നമുക്ക് സാധാരണ നമ്മൾ നോൺ കോണ്ടാക്ട് ടെസ്റ്റേഴ്സ് പോലെ തന്നെ നമ്മൾ ലൈനിൻ്റെ അടുത്ത് വെക്കുന്ന സമയത്ത് ഇതിൽ ഇത്തരത്തിൽ നമുക്ക് വോൾട്ടേജ് ഡിറ്റക്ട് ചെയ്യും. അത്തരത്തിലുള്ളൊരു ഫെസിലിറ്റിയുടെ ഉള്ള ഒരു ക്ലാമീറ്ററാണ്, ലീക്കേജ് ക്ലാമീറ്ററാണ്. ഓക്കെ, അതുകൂടാതെ നമ്മൾ മെട്രാവിയുടെ ഒരു ഡിജിറ്റൽ ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ, ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രീഷ്യന്മാർക്കൊക്കെ അറിയാം, എങ്കിലും ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഉപയോഗിക്കാത്ത ആളുകളെ നമ്മൾ മോശം പറയുകയോ, ഉപയോഗിക്കുന്ന ആളുകൾ വളരെ പെർഫെക്റ്റായി ചെയ്യുന്ന ആളുകളാണ്. ഉപയോഗിക്കാത്ത ആളുകൾ 2 കാരണം കൊണ്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. ഒന്ന്, അവരുടെ നാട്ടിൽ ഒരാളും ഇത് ചെയ്യുന്നില്ല എന്നുള്ളത്, ഒരു ഇലക്ട്രീഷ്യനും ഇത് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് അവരത് ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ടെസ്റ്റ് എങ്ങനെ ചെയ്യാം, മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം, അതെങ്ങനെ കാൽക്കുലേഷൻ നടത്താം, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂസ് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ അറിയാത്തത് കൊണ്ടും. അത് രണ്ടും ഒരു പ്രശ്നമല്ല, അറിയാത്തത് നമ്മൾ പഠിക്കുക. നമ്മൾ ഇലക്ട്രീഷ്യന്മാർ ആസ് എ ടെക്നിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പോൾ എനിക്കായാലും നിങ്ങൾക്കായാലും ഓരോ ദിവസം ഓരോന്ന് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അത് നമ്മുടെ സൈറ്റിൽ നമ്മളെ ക്ലയൻറ്റിന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനും വർക്ക് ചെയ്യാനൊക്കെ ഉപകാരപ്പെടും.
അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുക ഒരു വീടിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ നമ്മളെ വയറിംഗ് ജോലികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നിങ്ങൾക്കറിയാം. നമ്മളൊരു പൈപ്പിലൂടെ തന്നെ ഫേസ്, ന്യൂട്രൽ, എർത്ത് എല്ലാം കൊണ്ടുപോയിട്ടുണ്ടാവും ഒരു സർക്യൂട്ടിൽ. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും നമ്മൾ കേബിൾ ചെയ്യുന്ന സമയത്തോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ലീവെല്ലാം നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ടെസ്റ്ററുകൾ വഴി അത് ഡിറ്റക്റ്റ് ചെയ്യാനും അതിന് വേണ്ട പരിഹാരം കൊടുക്കാനൊക്കെ കഴിയും. എവിടെയെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നീട് നമ്മളത് കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അതിലോട്ട് KCB ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, എനർജി ബില്ല് ഒരുപാട് വരിക, അത്തരത്തിലുള്ള ഇഷ്യൂസും അതല്ലെങ്കിൽ ഷോർട്ട് ഉണ്ടാകാനും ഒരു ഇലക്ട്രിക്കൽ ഷോർട്ട് അവിടെ ഉണ്ടാകാനും ഫയർ എടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക. ഇതിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെ കൃത്യമായ വീഡിയോസ് ഞാൻ ഈ ഒരു ചാനലിൽ നമ്മൾ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കുള്ളത് ഒരു സോക്കറ്റ് എർത്ത് ടെസ്റ്ററാണ്, ഒരു പൊളാരിറ്റി ടെസ്റ്റർ. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു RCCB ട്രിപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമുക്കൊരു സോക്കറ്റിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ട്രിപ്പിംഗ് പോയിന്റ് എത്ര, ഇതൊരു 35 mA വരെ ടെസ്റ്റ് ഓപ്ഷനുള്ള ഒരു മെട്രാവിയുടെ തന്നെ ഒരു കാറ്റഗറി 6 വരുന്ന ഒരു സോക്കറ്റ് ടെസ്റ്ററാണ്, എർത്ത് ടെസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കാണിച്ചു തരും. ഇതിൽ നമുക്ക് ഇൻഡിക്കേഷൻസ് ഉണ്ട്, ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഒരു പ്ലഗിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എർത്ത് പോയിന്റ് ഇല്ലെങ്കിലൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം, ട്രിപ്പിങ്ങൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാനും അതുവഴി നമ്മുടെ അവിടുത്തെ ജോലി ഈസി ആക്കാനൊക്കെ കഴിയും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇതൊരു എനർജി പ്രൊട്ടക്ടറാണ്. ഇത് നമ്മൾ സാധാരണ രീതിയിൽ 2 സപ്ലൈ ഉപയോഗിക്കുന്ന വീടുകൾ, അതായത് ഒരു സോളാർ സപ്ലൈ ഉപയോഗിക്കുന്നുണ്ട്, അത് KCB സപ്ലൈ ഉപയോഗിക്കുന്നുണ്ട്, ആ സമയത്ത് പറ്റും. അതല്ലെങ്കിൽ ഒരു മോട്ടർ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റ് നമ്മൾ 1-2 KCB ചാർജ് ഉപയോഗിച്ച് 2 വീടുകളതോ 2 കടകളതോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മെഷർ, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ മീറ്ററാണ്. ഇതിന് മറ്റൊരു ഇതുകൂടെ ഉണ്ട്, ഇതിന് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊബൈൽ വഴി ഇത് ട്രാക്ക് ചെയ്യാനും നമ്മുടെ യൂസേജ് മനസ്സിലാക്കാനും, നമുക്ക് ഓവറായിട്ട് കറണ്ട് ലീക്ക് ഉണ്ടാകുന്ന ഒരു സൈറ്റിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് മെഷറിങ്സ് ചെയ്യാനുണ്ട്. അതായത് ഏത് സമയത്ത് ഏത് എക്യുപ്മെൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡ്രോപ്പ് ഉണ്ടാകുന്നതൊക്കെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ എവിടെയാണ് കൂടുതൽ ലോഡ് എടുക്കുന്നതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ നമ്മൾ എടുത്തിട്ടുള്ളത് 1000 ഓം റെസിസ്റ്റൻസ് വരെ എർത്ത് റെസിസ്റ്റൻറ്റ് ടെസ്റ്ററാണ്. 1000 വരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെട്രാവിയുടെ കാറ്റഗറി 4 പെടുന്ന, കാറ്റഗറി 3 ആണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള പൗച്ച് വരുന്നതാണെന്നു കാറ്റഗറി 3. ഇത് കാറ്റഗറി 4 ആണ്, കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് 2000 ഹോംസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു പർപ്പസ് നോക്കിയെടുത്തുള്ളത് 1000 ഹോമിലുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 10 ഓം, 100 ഓം, 1000 ഓം വരെ നമുക്ക് എർത്ത് റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം. 200K ഓം, 100 വോൾട്ട് DC, 750 വോൾട്ട് AC ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതിന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിന് ഇവിടെ 4 പോൾസ് ആണുള്ളത്, 4 പ്രോബുകൾ ആണുള്ളത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെട്രാവിയുടെ ഈ ഒരു ടെസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേബിൾസ്, ഇതുപോലെ പോളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ നമ്മളൊരു സൈറ്റിൽ എപ്പോഴാണ് എർത്ത് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളൊക്കെ KCBയിലോട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ടെസ്റ്റ് റിപ്പോർട്ടിൽ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ, അതുപോലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് എന്താണെന്ന് പോലും അറിയാതെ കൊടുക്കുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ അത് കൃത്യമായിട്ട് പഠിക്കാനും അതല്ലെങ്കിൽ അതൊക്കെ ചെയ്യാനും, ഇതൊക്കെ നമ്മുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്, കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു ഇലക്ട്രിക്കൽ ലീക്കേജോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ആളുകളത്, അതല്ലെങ്കിൽ ആ വീട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള മറ്റ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ജോലി നിങ്ങൾക്കറിയാം, ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഡാമേജുകൾ ഉണ്ടാക്കും. അത് നമ്മുടെ ആളുകളിലോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റു വസ്തുക്കളിലൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. പിന്നെ കോമൺലി ഒരു ഇലക്ട്രീഷ്യൻ്റെ വീട്ടിലോ സ്ഥാപനത്തിലോ പോയാൽ അവിടെ ഒരു RCCB ട്രിപ്പിംഗ് ഉണ്ടായാലും നമ്മൾ എന്ത് ചെയ്യും, അവിടെ തൽക്കാലം RCCB ഡയറക്റ്റ് ആക്കി കൊടുത്തു പോകുന്ന ഒരുപാട് ആളുകളെ നമുക്കറിയാം. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓരോ സെക്ഷൻ ബേസ് കണ്ടുപിടിച്ച് അവിടെ വേണ്ടത്, അതായത് അവിടെ ആ വീട്ടിൽ എന്താണോ കംപ്ലൈൻറ്റ്, ഒരു എക്യുപ്മെൻ്റ് ആണെങ്കിൽ അത് ഫൈൻഡ് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു ഏരിയയിലോട്ട് പോകുന്ന സർക്യൂട്ടിലുള്ള കേബിളിൻ്റെ ലീക്കേജ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഒരു 30 വർഷം കഴിഞ്ഞ വീടാണെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻസ്റ്റലേഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മാറേണ്ട കേബിളുകളൊക്കെ മാറി ഒരുവിധം കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിക്കുക. അങ്ങനത്തെ ഒക്കെ വീഡിയോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളൊരു പേജിനെ സപ്പോർട്ട് ചെയ്യുക.
നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചാനലുണ്ട്, നമ്മളൊരു ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ അയച്ചാൽ നമുക്ക് മറ്റൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു നെറ്റ്വർക്കായിട്ട് ഒരുപാട് ഇലക്ട്രീഷ്യന്മാരിൽ ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ പറ്റുന്ന ഒരു നെറ്റ്വർക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളെ സപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ വീഡിയോ ഇടാനും കഴിയും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു സെക്ഷൻ ഒഴിവാക്കി നമുക്ക് മറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ അഭിപ്രായപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ചാനൽ ഫസ്റ്റായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കഴിയുന്ന ഇലക്ട്രീഷ്യന്മാർക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾക്കും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കിത് ഒരുപാട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ വീഡിയോ നമ്മൾ പറയുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള കാര്യങ്ങളോ എന്നോട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്തും ഇന്ന് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളോടല്ല, നിങ്ങളെ സിൻസിയറായുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിനനുസരിച്ച് നമുക്കും ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.